ദേ നല്ല കിടിലൻ ടേസ്റ്റിൽ ആർക്ക് വേണേലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോർക്ക് റോസ്റ്റിൻ്റെ സിമ്പിൾ റെസിപ്പി അങ്ങ് പറഞ്ഞു തരട്ടെ. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കിലോ പോർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് കല്ലുപ്പും പിന്നെ നമ്മുടെ കറിവേപ്പില ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത്യാവശ്യം കറിവേപ്പിലയും കുരുമുളകും വെള്ളക്കാന്താരിയും പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ തീയിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലിന് ഇറച്ചി വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 10-15 ചെറിയുള്ളിയും 2 പച്ചമുളകും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അതെടുത്തിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചിയും നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണേ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു സവോള നീളത്തിലരിഞ്ഞതും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കുരുമുളകും പച്ചമുളകും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കല്ലുപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വെന്ത് വെച്ച ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ചാറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, ചാറ് വറ്റി വരുമ്പോഴത്തേക്കും. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ചാറ് കുറുകി വരുന്ന പരുവാകുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് നിർത്താം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ഈസി റെസിപ്പിയാണ്. പോർക്ക് കഴിക്കുന്നവരും ഇഷ്ടമുള്ളവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം.